ബംഗ്ലാദേശ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കൂടിക്കാഴ്ചയിൽ വലിയ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗ്ലാദേശ് വിഷയത്തിൽ എപ്പോഴും ഇന്ത്യ ആശങ്കാകുലരായിരുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ അവിടെ പീഡിപ്പിക്കുന്നു, വലിയ രീതിയിൽ അവരെ വംശഹത്യ ചെയ്യുന്നു എന്ന് പലതവണ ഇന്ത്യ കണ്ടതാണ്. ബംഗ്ലാദേശിന് ഇന്ത്യ അതിന് തക്കതായ താക്കീതും കൊടുത്തതാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപുമായി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ വലിയ പ്രഖ്യാപനം തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ ബംഗ്ലാദേശ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ബംഗ്ലാദേശിൽ എന്തും ചെയ്യാനുള്ള ഒരു തീരുമാനത്തിന് ഇന്ത്യ പ്രാപ്തമായി, അല്ലെങ്കിൽ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം വേളയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കാര്യങ്ങളിൽ ചർച്ച നടത്തി. വ്യാപാരം, ടെററിസം, കൂടാതെ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ, ഖാലിസ്ഥാനി വിഷയങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു. ഉഭയകക്ഷി യോഗത്തിൽ നേതാക്കൾ മറ്റ് ആഗോള വിഷയങ്ങളും ചർച്ച ചെയ്തു. ഈ കൂട്ടത്തിൽ ബംഗ്ലാദേശും ഉണ്ടായിരുന്നു. ട്രംപിന് മുന്നിൽ ബംഗ്ലാദേശിന്റെ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചു. ഇതോടുകൂടിയാണ് ട്രംപിന്റെ ആ സുപ്രധാനമായിട്ടുള്ള തീരുമാനം പുറത്തു വന്നത്. ബംഗ്ലാദേശിന്റെ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഞങ്ങൾ വിട്ടുതരുന്നു, നിങ്ങൾ അത് പൂർണ്ണമായും നോക്കിക്കൊള്ളുക, അമേരിക്ക അതിൽ ഇനി ഇടപെടാൻ വരില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ബംഗ്ലാദേശ് കിടുങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബംഗ്ലാദേശികളുടെ വലിയ പ്രതിഷേധം വൈറ്റ് ഹൗസിന് പുറത്തുണ്ടായി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അമേരിക്കൻ പോലീസ് ഇവരെ അടിച്ചൊതുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ പ്രധാനമന്ത്രി മോദി ഡൊണാൾഡ് ട്രംപിനോട് ആശങ്ക പ്രകടിപ്പിച്ചതായും ഇന്ത്യൻ സ്ഥിതിഗതികളെ എങ്ങനെ കാണുന്നുവെന്നും അദ്ദേഹത്തോട് പറഞ്ഞതായും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി മിശ്രയാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകളിലെ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ബംഗ്ലാദേശിലെ നിലവിലെ പ്രതിസന്ധി US സർക്കാരിന്റെ പങ്കിനെ ട്രംപ് വ്യക്തമായി നിഷേധിക്കുകയും ചെയ്തു. അതായത് എനിക്കിതിൽ പങ്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശ് വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വാക്ക്. അധികാരം ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് നൽകുന്നു, അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്ത്യക്ക് ഇനി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, നിങ്ങൾ അത് എടുത്തുകൊള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ ഒരു ആക്രമണം നടത്തിയാലും ലോകരാജ്യങ്ങൾ വാ തുറക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ തുടർന്ന് വൈറ്റ് ഹൗസിന്റെ പുറത്ത് ബംഗ്ലാദേശികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. മുഹമ്മദ് യൂനിസിന്റെ ഭരണഘടനാ വിരുദ്ധ ഭരണം അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഭരണം കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുർഗതി വന്നത് എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഷെയ്ഖ് ഹസീനയുടെ നാടുകടത്തലിന്റെ വിഷയവും അവിടെ ചർച്ചയായി. ഷെയ്ഖ് ഹസീനയുടെ നാടുകടത്തൽ ഉഭയകക്ഷി പ്രശ്നമാണെന്നാണ് പറയുന്നത്. നിരന്തരം ബംഗ്ലാദേശിന് കൈമാറണം എന്ന്, ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നു. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഹസീനയുടെ കൈമാറൽ വിഷയം ഉഭയകക്ഷി പ്രശ്നമാണെന്നാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു പ്രസ്താവന. UN അങ്ങനെയാണ് പറയുന്നത്. 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്ന പ്രതിഷേധങ്ങളിൽ 14,000-ലധികം പേർ കൊല്ലപ്പെട്ടു. ഈ ഉത്തരവാദിത്തമെല്ലാം ഷെയ്ഖ് ഹസീനയുടെ തലയിൽ കെട്ടിവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ബംഗ്ലാദേശ്. എന്തായാലും ഉത്തരവാദികൾക്ക് ശിക്ഷ നൽകിയേ തീരൂ എന്നും ഈ ചർച്ചയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു തീരുമാനങ്ങളിൽ ഒന്നാണ്. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദികൾ ജയിലിൽ അടക്കപ്പെടുക തന്നെ വേണം. ഇതോടുകൂടി മുഹമ്മദ് യൂനിസ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.